ഇനി അദ്ദേഹം പഠിച്ചിട്ടുള്ള ഒരാളല്ലേ? സ്പെഷ്യൽ ജി പിമാരെ ഇങ്ങനെ നിയമിച്ചൊരു കാലുണ്ടോ? ഇപ്പം എത്ര സ്പെഷ്യൽ ജി പിമാരെ നിയമിച്ചു? ആ ഉത്തരവ് നിങ്ങളുടെ എല്ലാം കയ്യിലുണ്ടാവുമല്ലോ. സ്പെഷ്യൽ ജി പി എന്നേ പറയുന്നുള്ളൂ, ബാക്കി AG തീരുമാനിക്കും. ഇതിനു മുൻപുള്ളത് എങ്ങനെയാ? ഒരു വകുപ്പ് ആവശ്യപ്പെടും. ഇപ്പം ഞാൻ മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആവശ്യം വന്നു, ഞങ്ങൾക്കൊരു പ്രത്യേക GP വേണം, സ്പെഷ്യൽ GP ആയിട്ട് വേണം. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം നിലവിലുള്ള സ്പെഷ്യൽ ജി പിമാർ കൈകാര്യം ചെയ്യുന്ന കേസുകൾ എണ്ണെടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ തന്നെ വകുപ്പാണ് വ്യവസായം. വ്യവസായത്തിലുള്ള സ്പെഷ്യൽ ജി പിയുടെ എണ്ണം, കേസുകളുടെ എണ്ണം കുറവാണ്. അപ്പം ആ പോസ്റ്റ് മാറ്റി എഡ്യൂക്കേഷൻ GP കൊടുത്തു. ഇങ്ങനെയാണ് തീരുമാനിക്കുക. പിന്നെ നമ്മൾ സ്പെഷ്യൽ GP ഓരോ വകുപ്പ് ആവശ്യപ്പെടും, അവർ പറയുന്നത് ഞങ്ങളുടെ കേസുകൾ നടത്തി പരിചയമുള്ള അഭിഭാഷകനെ വേണം. ഇത് ഏത് വകുപ്പാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? അതിനകത്ത് പ്രാഗൽഭ്യമുള്ള ആളാണ് എന്ന് ഏതെങ്കിലും തരത്തിലും ഒരു ചെറിയ സൂചനയെങ്കിലും നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുണ്ടോ? നിങ്ങൾ ആളെ തീരുമാനിക്കുകയാണ്, എന്നിട്ട് നിങ്ങൾ AGക്ക് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ അല്ലല്ലോ നടപടിക്രമം. ഇപ്പോ ദേവസ്വം കൈകാര്യം ചെയ്യുമ്പോൾ ഇന്നയാൾ ഏറ്റവും പ്രാവീണ്യമുള്ള ആളാണ് എന്ന് കണ്ടാൽ അദ്ദേഹത്തെ ഏൽപ്പിക്കാം. കേസുകൾ കൂടിയിട്ടുണ്ട്. ഇതാരാണ് എന്താ? അപ്പൊ പൂർണ്ണമായിട്ടും നടപടി അദ്ദേഹം തന്നെ ഇന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ നടപടിക്രമമാണ്, നിങ്ങൾ ഏഷ്യാനെറ്റ് ചോദിക്കുന്ന പോലും തീരുമാനിക്കാൻ പറ്റില്ല, നടപടിക്രമമാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഏത് നടപടിക്രമം പാലിച്ചു? അപ്പൊ നടപടിക്രമം പാലിച്ചിട്ടില്ല, ചട്ടം ലംഘിച്ചിരിക്കുന്നു. ഇന്ന് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി, പ്രീതിക്കനുസരിച്ച് നിയമനം നടത്തി എന്നത് അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. രണ്ട്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം വിഴിഞ്ഞപ്പം സംബന്ധിച്ച്, എല്ലാ ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ഞാൻ എന്നെ സംബന്ധിച്ച് അദ്ദേഹം പരാമർശിച്ച ചില കാര്യങ്ങൾ പൊതുവായി ഞാൻ നേരത്തെ നടത്തിയ പ്രതികരണത്തെ അടിസ്ഥാനപ്പെടുത്തി 2-3 കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഇന്ന് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താ? ഇപ്പൊ പഴയ നിയമമന്ത്രി പറഞ്ഞു കേട്ടില്ലേ, ഓഹരി കൈമാറാൻ അവർക്ക് അവകാശമുണ്ട്, പിന്നെന്താ കുഴപ്പം? അപ്പൊ ആളുകൾ വിചാരിക്കാവൂ ഇവർ നിലപാട് മാറ്റിയോ? ഞങ്ങളും നേരത്തെ മുഴുവൻ നടത്തിയ പ്രതികരണങ്ങൾ എന്താ? ഈ കരാർ അനുസരിച്ച് ഓഹരി കൈമാറാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷെ പ്രയർ അപ്രൂവൽ വേണമെന്നാണ് കരാറിനകത്ത് 5(3) വ്യവസ്ഥ ചെയ്യുന്നത്. ഈ പ്രയർ അപ്രൂവൽ ഇല്ല എന്ന് സെബിക്ക് നൽകിയ കത്തിൽ അവർ എഗ്രിമെന്റിനകത്ത് ഏർപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങൾ നൽകിയ കത്തിൽ പറയുന്നു ഞങ്ങൾ അറിയിച്ചില്ല എന്നുള്ളതാണ്. ഇൻഫോർമേഷൻ എന്നല്ല കരാറിനകത്തുള്ളത്, പ്രയർ അപ്രൂവൽ എന്നാണ്. വെറും അപ്രൂവൽ എന്നല്ല, പ്രയർ അപ്രൂവൽ എന്നാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, വിഴിഞ്ഞം പോർട്ട്, അദാനി, അതിനെല്ലാം 10 വർഷം ഞങ്ങൾ നടത്തിയ ശ്രമങ്ങൾ, അത് ശക്തിപ്പെടുത്തണം, അതിനകത്തും തർക്കമില്ല. പക്ഷെ പ്രയർ അപ്രൂവൽ അത് ഇല്ല. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, 5(9) പ്രകാരം 250 കിലോമീറ്ററിനകത്ത് അദാനി കമ്പനി മറ്റൊരു പോർട്ട് നിക്ഷേപം നടത്താൻ പറ്റില്ല. 250 കിലോമീറ്ററിനകത്ത് പോർട്ടിനകത്ത് പ്രധാനമായും നിക്ഷേപമുള്ള ആളുകൾ വിഴിഞ്ഞത്തും നിക്ഷേപം നടത്താൻ പാടില്ല. ഈ ഭാഗവും നിങ്ങൾ പരിശോധിക്കണം. അന്ന് ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവിനെ പോലെയല്ല. ഇന്ന് അദ്ദേഹം പറഞ്ഞു കേരള താല്പര്യം, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ വന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും, വേണമെങ്കിൽ പ്രതിപക്ഷവുമായി ചർച്ച ചെയ്യാം, നമുക്ക് പൊതുവായി ഈ നാടിന്റെ താല്പര്യം സംരക്ഷിക്കാനാണ് നിൽക്കുന്നത്, വിഴിഞ്ഞത്തിന് വലിയ സാധ്യതയുണ്ടെന്നതിൽ നിങ്ങൾക്കും തർക്കമില്ലല്ലോ, ഞങ്ങളോട് പറയാം, ഞങ്ങൾക്കും തർക്കമില്ല, നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാം, ഒന്നിച്ച് നിൽക്കണം. ഇതാണ് സ്റ്റേറ്റ്സ്മാൻഷിപ്പ്, ഇതാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് നാട് പ്രതീക്ഷിക്കുന്നത്. അതിന് പകരം രാഷ്ട്രീയമായ മറുപടിയിലേക്ക്, ആ രൂപത്തിൽ ഒരു ആത്മസംതൃപ്തി കിട്ടുമ്പോൾ താർക്കികന്റെ റോളിലേക്ക് ഒരു കാരണവശാലും മുഖ്യമന്ത്രി പോകുന്നത് അദ്ദേഹത്തിനും നല്ലതല്ല, നാടിനും നല്ലതല്ല. അതാണ്. പിന്നെ നോക്കൂ, അദ്ദേഹത്തിന് താർക്കിക വൈദഗ്ധ്യം കാണാൻ ഇന്നത്തെ ചോദ്യം മറുപടി നോക്കിയാൽ മതി. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താ? നിങ്ങൾക്കാർക്കും കിട്ടാത്ത വാർത്ത ദേശാഭിമാനിക്ക് മാത്രം കിട്ടിയില്ലേ? എവിടെ സോഴ്സ്? ഗവൺമെന്റ് അല്ലേ? നിങ്ങൾ നോക്കിക്കോളൂ അവതരണം. അപ്പോ അന്ന് ഞാൻ ഇവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ആദ്യം എക്കണോമിക് ടൈംസ് ആണ്, പിന്നെ മാതൃഭൂമി കൊണ്ടുവന്നു. മാതൃഭൂമി പത്രം പോലും പിറ്റേ ദിവസം ഞങ്ങളുടെ വാർത്തയായിരുന്ന ഒരു അവകാശവാദം പ്രാധാന്യത്തോടു കൂടി കൊടുത്തില്ല എന്നുള്ളത് വേറെ കാര്യം. പിറ്റേ ദിവസം പത്രം നോക്കിയാൽ ഞങ്ങളാണ് കൊടുത്തതെന്ന് ഒരു പത്രം പറയില്ലോ, അത് ആ ക്രെഡിറ്റ് നിങ്ങൾ ദേശാഭിമാനിക്ക് കൊടുക്കല്ലേ എന്ന് മാതൃഭൂമിക്ക് പറയാവുന്നതാണ്. പക്ഷെ അവരത് പിറ്റേ ദിവസം പറഞ്ഞില്ല എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഇന്ന് അദ്ദേഹം ആ ചോദ്യം വന്നപ്പോൾ ആ വാർത്ത മാറ്റി. അന്ന് അദ്ദേഹം പറഞ്ഞത് നേരത്തെ ഗവൺമെന്റുമായി കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് തന്നെ ചർച്ചകൾ നടന്നിരിക്കാം, അത് ഗവൺമെന്റിന് അറിയാമായിരുന്നു എന്നതിന്റെ തെളിവെന്താ? ദേശാഭിമാനിയിൽ മാത്രമേ വാർത്ത വന്നുള്ളൂ. 3 തവണ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോ? നിങ്ങൾ മറ്റ് മാധ്യമങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോ? ദേശാഭിമാനിക്ക് മാത്രമല്ലേ കിട്ടിയത്? ഇതല്ല അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്ത് പറയണമായിരുന്നു?
ഞാൻ അദ്ദേഹത്തെ ഉപദേശിക്കാൻ ആളൊന്നുമല്ല. അദ്ദേഹത്തെ പോലെ ഇത്രയും പ്രഗത്ഭനും പ്രാവീണ്യവും അനുഭവ സമ്പത്തുമുള്ള ഒരു ആളോട് ഞാൻ ഉപദേശിക്കാൻ ആളല്ല. പക്ഷെ മുഖ്യമന്ത്രി എന്നല്ല അദ്ദേഹം എന്ത് പറയണമായിരുന്നു, അന്ന് ഈ 2 വാർത്തകളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പക്ഷെ മറ്റേ കാര്യമൊക്കെ അദ്ദേഹം പറയാം, ദേശാമനി ഇങ്ങനെ എഴുതിയില്ലേ, അതെല്ലാം അദ്ദേഹത്തിന് ഞങ്ങളോട് വിമർശിക്കാം. പക്ഷെ ഇന്ന് അദ്ദേഹം അത്രയെങ്കിലും സത്യസന്ധത സമൂഹത്തോട് കാണിക്കണ്ടേ? ആ 2 വാർത്തയും, എക്കണോമിക് ടൈംസിലെ വാർത്തയും ഈ വാർത്തയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷെ ഇങ്ങനെയുണ്ട് ഇത് അദ്ദേഹത്തിന് വാദിക്കാം. അതിന് പകരം എന്തിനാ അദ്ദേഹം ആ നേരെ ചോദ്യം മാറുന്നത്? ഇതും വളരെ ഗൗരവമായി തന്നെ കാണേണ്ട ഭാഗമാണ്. പിന്നെ പ്രൊസീജിയർ അദ്ദേഹം പറഞ്ഞല്ലോ, ചികിത്സ ശരിക്കും അദ്ദേഹം ഉമ്മൻചാണ്ടിയാണോ ഉദ്ദേശിച്ച സംശയമുണ്ട്. കടലാസിൽ എഴുതി ചികിത്സാ സഹായം കൊടുക്കുന്ന ആളുകളുണ്ട്. ഞാൻ അങ്ങനെയല്ല. കഴിഞ്ഞ 10 വർഷമാണ് പിണറായി മുഖ്യമന്ത്രിയായതിനു ശേഷം പൂർണ്ണമായിട്ട് ഓൺലൈനിലേക്ക് മാറ്റി. നേരത്തെ MLA-മാർ പോയി വീട്ടിൽ കൈമാറും, ഞങ്ങൾ പലർക്കും അപേക്ഷ വാങ്ങിക്കാം. കടലാസിൽ എഴുതി കൊടുത്തിരുന്നത് ഒരു കാലം ഉണ്ടായിരുന്നു. അതിനെ അംഗീകരിക്കുന്നവരുണ്ട്. അതിന് അധിക്ഷേപിക്കാൻ പാടില്ല. ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണമെന്ന് പറയാം. അപ്പൊ അത്തരം ഒരു പരാമർശങ്ങൾ നടത്തിയതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചില പ്രതികരണങ്ങൾ വ്യക്തിപരമായി കൂടി കണ്ടപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചു. അല്ല, അദ്ദേഹം ഒരു നടപടിക്രമവും പാലിക്കുന്നില്ല എന്നുള്ളതാണല്ലോ ഇപ്പൊ GP-മാരുടെ നിയമനത്തിൽ കണ്ടത്. എന്നാൽ വേറെ സന്ദർഭത്തിൽ നടപടിക്രമം പറയുന്നു. കഴിഞ്ഞ തവണ ഇപ്പോ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ച ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്നത്തെ മുഖ്യമന്ത്രി നടപടിക്രമം പറഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് ഉറപ്പിച്ചതാണ്. പിന്നെ ഇപ്പോൾ നോക്കൂ, അവർ ഞങ്ങളെ കണ്ടു. ഇപ്പോൾ ഇവർ കണ്ടതിനെ കുറിച്ച് വിവാദം വന്നല്ലോ. ഞാൻ എന്നോട് ഡൽഹിക്കാർ ചോദിച്ചു, കാണേണ്ടി വരും, മുഖ്യമന്ത്രിയെ കാണാം. പക്ഷെ പ്രശ്നം എന്താണ്? നേരത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടാൽ പോലും അത് അധിക്ഷേപമായിരുന്നു, ഡീലായിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയെ കണ്ടാൽ ഡീലായിരുന്നു. കേരളത്തെ സംബന്ധിച്ചൊരു പ്രശ്നം ചർച്ച ചെയ്യാൻ ആരെങ്കിലും MP പോയാൽ പാലമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഔദ്യോഗിക പദവികൾ ഇല്ലാതെ വരുന്നവരെ കാണേണ്ടി വരും. പക്ഷെ നിങ്ങൾ അത് കാണുമ്പോൾ നേരത്തെ പറഞ്ഞത് കൂടി ഓർക്കണം എന്ന് മാത്രം. ഇത് U-turn അല്ല. നേരത്തെ പറഞ്ഞത് ചിലർ പറയണം ഞാൻ തെറ്റ് മനസ്സിലാക്കി, നല്ലത് തന്നെ. പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, വോട്ട് കിട്ടാൻ, അധികാരം കിട്ടാൻ വേണ്ടി എടുത്ത നിലപാടുകളിൽ നിന്ന് മറക്കം മറയുകയാണ്. അത് ഒരു തെറ്റ് പറ്റി തിരുത്തലല്ല. ഇപ്പം ഞാൻ കഴിഞ്ഞു ബജറ്റിൽ പറഞ്ഞു. ബജറ്റിൽ അദ്ദേഹം പറഞ്ഞു നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടി ഒരു അഡ്വൈസറി കൗൺസിൽ കൊണ്ടുവരികയാണ്. മുഖ്യമന്ത്രി ചെയർമാൻ, വ്യവസായ മന്ത്രി ഉപാധ്യക്ഷൻ. ഇപ്പം ഞാൻ പത്രക്കാരോട് പറഞ്ഞു, ഒരു നിയമം അദ്ദേഹം 10 വർഷം മേധാവായിരുന്നപ്പോൾ നിയമസഭ പാസാക്കി. മുഖ്യമന്ത്രി അധ്യക്ഷൻ, വ്യവസായ മന്ത്രി കോ ചെയർമാൻ, റവന്യൂ മന്ത്രി, അതുപോലെ ഫിനാൻസ് മിനിസ്റ്റർ, ലേബർ മിനിസ്റ്റർ, പവർ മിനിസ്റ്റർ എല്ലാം വൈസ് ചെയർമാനുമാരുമായി ഒരു ബ്യൂറോ രൂപീകരിച്ച് നിയമം രാജ്യത്ത് വന്നു, സംസ്ഥാനത്ത് വന്നു. അദ്ദേഹം കൂടി നിയമസഭയിൽ ഉള്ളപ്പോഴാണ്. അപ്പോൾ അത് മറച്ചു വെച്ചിട്ട് എന്തിനാ ഇത് പറയുന്നത്? ഞങ്ങളുടെ കേരള ബ്രാൻഡ്, നിങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ മുൻപിലാണ് ബ്രാൻഡ് പ്രഖ്യാപിക്കുന്നത്, ബ്രാൻഡിന് അർഹമായവർക്ക് ബ്രാൻഡിന്റെ മാർക്ക് കൊടുക്കുന്നത്, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ വിശദമായി പറയുകയാണ്, ചരിത്രത്തിലാദ്യമായി ഇതാ ബ്രാൻഡിങ് കേരള, പുതിയൊരു കോൺസെപ്റ്റ്. ശരിയാണ്, മാറ്റിയിട്ടു കേരള ബ്രാൻഡ്, ബ്രാൻഡിങ് കേരളയാക്കി. നമ്മൾ വസ്തുതയായിട്ട് കാണണം. അതാണ് നമ്മുടെ ഒരു ചുമതല. ആ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് അദ്ദേഹത്തിന്റെ ശരീരഭാഷയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ചുമതലയിലേക്ക് എത്തുമ്പോൾ അതിലേക്ക് ഉയരാൻ ശ്രമിക്കണമെന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം ഇതിപ്പോൾ എങ്ങനെയാണ് പ്രതികരിച്ചതെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ.